മലപ്പുറം തിരൂർ MES സെൻട്രൽ സ്കൂളിൽ 1ാം ക്ലാസ്സുകാരിയെ സ്കൂളിൽ കാറിടിച്ച വിവരം സ്കൂൾ അധികൃതർ അറിയിച്ചില്ലെന്ന് രക്ഷിതാക്കളുടെ പരാതി. കുട്ടി സ്കൂളിൽ വീണെന്ന് മാത്രമാണ് മാതാപിതാക്കളെ അറിയിച്ചത്. പരിക്കില്ലെങ്കിലും അപകടത്തിന് ശേഷം കുട്ടി കടുത്ത മാനസിക സംഘർഷത്തിലാണ്. ജൂലൈ 31 നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യം ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ആദ്യം ദൃശ്യങ്ങളിലെ നടക്കുമ്പോൾ സത്യത്തിൽ ഇത് കണ്ടു നിന്നവരോ ഡ്രൈവർമാരോ അവിടെ കൂടിയിരുന്ന ഒരാളും കുട്ടിയെ വണ്ടി തട്ടിയിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു. ഒരാൾ പോലും സ്കൂളിൽ പ്രിൻസിപ്പൽ എന്നെ അറിയിച്ചിട്ടില്ല. പിന്നെ അവിടെ ചോദിച്ച എല്ലാവരും കുട്ടി വീണതാന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും പറഞ്ഞത്. അധ്യാപികമാര് അവരോട് കുട്ടിയോട് ചോദിച്ചു, അപ്പോഴും കുട്ടി പറഞ്ഞു വീണില്ല എന്നാണ്. കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല, മുറിവുകളില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അത് അറിയിക്കാതിരുന്നത്. കുട്ടിയുടെ അമ്മ അമൃത ചേരുന്ന പ്രിൻസിപ്പലിന്റെ വിശദീകരണവും കേട്ടിട്ടുണ്ടാകും. സാമാന്യം നല്ല രീതിയിൽ ആ കുട്ടിയെ ആ വാഹനം ഇടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ആദ്യമായി ചോദിക്കട്ടെ, കുട്ടി ഇപ്പൊ ഓക്കെ അല്ലേ? ആരോഗ്യത്തോടെ ഇരിക്കുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? കുട്ടി ഫിസിക്കലി വലിയ പ്രശ്നങ്ങളില്ല, പക്ഷെ അവൾക്ക് നൈറ്റ് മെയർ ഉണ്ട്, കാലുവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസവും രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലുവേദന ആയിട്ട്. ഫിസിക്കലി എക്സ്റേ ഓക്കെയാണ്, എന്നാലും അവള് സ്കൂളിൽ ഇതുവരെ പോയിട്ടില്ല. പിന്നെ നൈറ്റ് മെയർ നന്നായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പേടിയാണ് അവൾക്ക്. നമ്മളെ വണ്ടി ഇടിക്കാൻ വരുന്നു, ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലാണ്. അത് അവള് ഉറങ്ങുമ്പോഴാണ്, ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീക്കുകയാണ്, ഉറക്കത്തിൽ എണീറ്റ് പറയുകയാണ്. അങ്ങനത്തെ കുറെ ഇഷ്യൂസ് ഉണ്ട്. സ്കൂൾ കോമ്പൗണ്ടിന്റെ അകത്താണ്. നമ്മൾ ഡ്രൈവറോ പാരന്റ്സോ വരാതെ സ്കൂൾ അവിടേക്ക് പോലും കുട്ടിയെ വിടാൻ പാടില്ല എന്നാണ് റൂള്. ടീച്ചേഴ്സ് നമ്മൾ പാരന്റ്സിനെയോ ഡ്രൈവേഴ്സിനെയോ ആണ് ഏൽപ്പിക്കേണ്ടത് കുഞ്ഞിനെ. ആ കുഞ്ഞ് അവിടെ എങ്ങനെ എവിടെയാണെന്ന് ചോദിച്ചത്. ഓട്ടോറിക്ഷയും മറ്റു വാഹനങ്ങളും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. കോമ്പൗണ്ടിനകത്താണ്. കോമ്പൗണ്ടിനകത്താണ് എന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഡ്രൈവർ എന്താന്ന് വെച്ചാൽ അവിടുത്തെ തന്നെ ഒരു കുട്ടിയുടെ പാരന്റാന്നുള്ള നമുക്ക് ഏറ്റവും വലിയ വിഷമം. അതും നമ്മുടെ നാട്ടിലുള്ള ഒരു ആളും കൂടിയാണ് അയാള് അവിടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തട്ടിയിട്ടില്ല. മോളും പറയുന്ന അതാ. ആ അങ്കിള് പുറത്തിറങ്ങി വന്നിട്ട് അമ്മ എന്നോട് സോറി പോലും പറഞ്ഞില്ല, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തർക്കിക്കാൻ നിന്നു. അറിയപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ആണോ? എനിക്കറിയില്ല. അറിയപ്പെടുന്ന ആളാണോന്ന് എനിക്കറിയില്ല. അയാള് പക്ഷെ 2 ദിവസം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയിട്ടുമുണ്ട്. സ്ഥലത്തില്ല. അതെ, 2 ദിവസം കഴിഞ്ഞ് നമ്മളിത് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഗൾഫിലേക്ക് പോയി. അത് മാത്രല്ല, ഇയാളുടെ മകളും എന്റെ മകളും പോകുന്നത് സെയിം ഓട്ടോയിലാണ്.